ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1 മിനിറ്റ് തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുക്കറിലിട്ട് 2 വിസിൽ കേൾപ്പിച്ചാൽ മതി, തേങ്ങാച്ചോറ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടിയാണ് ഇത്. ഓഫീസിൽ പോകുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2 ഗ്രാമ്പും 2 ഏലക്കായും ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞതും 2 പച്ചമുളക് ഒന്ന് കീറിയതും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത്രയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പും ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ നിറമൊക്കെ ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ 1 ടീസ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ പൊടികളുടെയൊക്കെ പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പൊടി ചേർക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഫ്ലെയിം വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ 3 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1-ാം പാലും 2-ാം പാലും മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി യോജിപ്പിക്കുക. അതിനുശേഷം കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ജീരകശാല അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് 1.5 കപ്പോളം ഉണ്ട്. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 1.5 കപ്പ് അരി എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ 3 കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രയാണോ നമ്മൾ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിളായിട്ട് വേണം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ഉപ്പും എരിവും എല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം കുക്കർ മൂടി വെച്ച് 2 വിസിലിട്ട് കൊടുത്താൽ മതി. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും 2-ാമത്തെ വിസിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലും വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള തേങ്ങാച്ചോറ് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ രാവിലെ ഓഫീസിലും സ്കൂളിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. കറി ഇല്ലാണ്ട് നമുക്ക് കഴിക്കാം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറാണ്. ഇന്ന് ഞാൻ പക്ഷേ ഇവിടെ ഇപ്പോൾ ബീഫ് വഴറ്റിയതും കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു കോംബോ ആയിട്ട് നല്ല ടേസ്റ്റാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം.